ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മീനസ് മലയാളം വ്ലോഗ്. അപ്പോൾ ഇന്ന് നിങ്ങൾ വിചാരിക്കും ഇന്നത്തെ റെസിപ്പി ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ്. പക്ഷേ ഇന്ന് പുട്ടല്ല, പുട്ടിന് പറ്റിയ ഒരു കറിയുടെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കറി മറ്റൊന്നുമല്ല, നമ്മുടെ കപ്പക്കറിയാണ്. പുട്ടിന് കപ്പക്കറിയോ എന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ഇതെല്ലാവരും പുട്ടും പിന്നെ ഇതുപോലത്തെ ഒരു കപ്പ കൊണ്ടുള്ള കറിയും കൂടി ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ടേസ്റ്റിയാണ്. അപ്പോൾ കപ്പക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് കപ്പ ചെറുതായിട്ട് നുറുക്കി നല്ല കട്ടിയുള്ളൊരു പാത്രത്തിൽ കലിച്ചട്ടിയിലോ എന്തെങ്കിലും കുറച്ച് ഉപ്പ് ഇട്ട് വേവിക്കാൻ വയ്ക്കാം. ഇപ്പം ഞാൻ എന്താ ഇതെങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് നുറുക്കിയിട്ട് നമ്മൾ കപ്പ പുഴുങ്ങാനൊക്കെ നുറുക്കില്ല, അതുപോലെ തന്നെ. പിന്നെ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് ഒരു 5 വെളുത്തുള്ളി അല്ലി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, തേങ്ങ വേണം, 1 കപ്പ് തേങ്ങ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി ഒരു ടീസ്പൂൺ നിറച്ചിടാം. നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ നമ്മുടെ കപ്പ ഇപ്പോൾ വെന്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളമെല്ലാം ഞാൻ ഊറ്റിക്കളഞ്ഞ് വേറെ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് ചൂടായി വന്ന ശേഷം നമുക്കതിലേക്ക് അരപ്പ് ചേർക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കപ്പ വേവിച്ച വെള്ളം കളയണം, എന്നിട്ട് വേറെ വെള്ളം ഒഴിച്ച് ഒന്ന് ചൂടായ ശേഷമാണ് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ എന്താ അരപ്പ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, നല്ല പേസ്റ്റ് പോലെ. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് തിളച്ച് കുറുകി വന്നാൽ നമ്മുടെ കപ്പക്കറി റെഡിയാണ്. പിന്നെ ഇതിലേക്ക് കടുക് വറുത്തിടേണ്ട താമസം മാത്രമേ ഉള്ളൂ. അപ്പോൾ എത്ര പെട്ടെന്ന് കറി റെഡിയായെന്ന് കണ്ടോ. അതുപോലെ ഇത് പുട്ടിൻ്റെ കൂടെ ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾക്ക് കഴിച്ച് നോക്കിയാലാണ് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കപ്പക്കറി ഉണ്ടാക്കി കപ്പയും പുട്ടും കപ്പക്കറിയും കൂടി കഴിച്ച് നോക്കുക. നമുക്കിതിലേക്ക് കടുക് വറുത്തിടാം. അപ്പോൾ നമ്മുടെ കറി റെഡി.